ഹായ് ഫ്രണ്ട്സ്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, റെയിൽവേ ഒരു ആനുവൽ കലണ്ടർ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ആനുവൽ കലണ്ടർ നമ്മൾ സാധാരണ ഇപ്പോൾ നിങ്ങൾക്ക് SSC അല്ലെങ്കിൽ UPSC പോലെയുള്ള എക്സാം ഏജൻസികൾ വർഷാവർഷം ചില പർട്ടിക്കുലർ പോസ്റ്റുകളിലേക്ക് അപ്ലിക്കേഷൻസ് വിളിക്കാറുണ്ട്. അതായത് SSC എല്ലാ വർഷവും CHSL, അതേപോലെ തന്നെ CGL, JE, MTS പോലെയുള്ള എക്സാമുകൾക്ക് വർഷാവർഷവും അത് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഒരു വർഷത്തെ വാക്കൻസി എടുത്തിട്ട് ആ ഒരു വർഷത്തെ വാക്കൻസി വെച്ചിട്ടാണ് സാധാരണ റിക്രൂട്ട്മെൻറ്റ് നടത്താറ്. അതേപോലെ UPSC ആയാലും അതുപോലെ തന്നെയാണ്. പക്ഷേ RRB നോർമലി ഒരു 4 വർഷം 3 വർഷം 4 വർഷം കൂടുമ്പോഴാണ് നോട്ടിഫിക്കേഷൻസ് പബ്ലിഷ് ചെയ്യാറുള്ളത്. പക്ഷേ ഇനി മുതൽ RRB വർഷാവർഷം SSCയും UPSCയും പോലെ എല്ലാ വർഷവും റെയിൽവേയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഓരോ വർഷവും കൺസേൺ പോസ്റ്റുകളിലേക്ക് അതാത് പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നിലവിൽ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ALP നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തു 1/2024 എന്ന് പറഞ്ഞിട്ട്. 2/2024 എന്ന് പറഞ്ഞിട്ട് അടുത്ത എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ 2/2024 എന്ന് പറഞ്ഞ ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും എന്ന് 2 ദിവസം മുമ്പ് ഒരു നോട്ടീസ് ഇട്ടതായിരുന്നു. അതേപോലെ തന്നെ 3/2024 എന്ന് പറഞ്ഞിട്ട് RRB JEയുടെ നോട്ടിഫിക്കേഷനും അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടീസ്. അത് ഒഫീഷ്യലി പുറത്ത് വന്നിട്ടില്ല, പബ്ലിഷ് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ നോട്ടീസ് വെബ്സൈറ്റിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു കലണ്ടർ വെച്ചായിരിക്കാം വരാം. എങ്കിലും 3/2024 എന്ന് JE ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഏപ്രിൽ 2024 പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് RRB വിട്ടിട്ടുണ്ട്. ഏപ്രിൽ 2024 JEയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും. 3/2024 എന്നാണ് നോട്ടിഫിക്കേഷൻ നമ്പർ ഇട്ടിരിക്കുന്നത്. മെയ് മുതൽ ജൂൺ വരെ 2024 അതിന് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. എക്സാം നടക്കുന്നത് 2025 2025 ജനുവരിയിലാണ് എക്സാം, JEയുടെ എക്സാം, ഫസ്റ്റ് CBT എക്സാം RRB പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ CBT2 പ്ലാൻ ചെയ്തിരിക്കുന്നത് മെയ് 2025. ഇത് 3/2024 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ഏപ്രിലോടുകൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ തന്നെയാണ്. എങ്കിലും നമുക്ക് ഇപ്പോൾ ഈ ഒരു ആനുവൽ ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രകാരം RRB ഇനി മുതൽ എല്ലാ വർഷവും ഏതൊക്കെ എക്സാമുകൾ ഏതൊക്കെ മാസം പബ്ലിഷ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ജനുവരി മാർച്ച് കാലഘട്ടങ്ങളിലായിട്ട് ALPയുടെ നോട്ടിഫിക്കേഷൻ വരും. ഒരുപക്ഷെ ഈ ഒരു രീതിയിലേക്ക് മാറുന്നത് കൊണ്ടായിരിക്കാം ഈ വർഷം നമ്മുടെ റെയിൽവേ ബോർഡ് ഏകദേശം 6000 വേക്കൻസിയെ ALPയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും എക്സാം നടക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്രയും കുറഞ്ഞ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. സാധാരണ 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 4 വർഷത്തേക്കൊക്കെയാണ് RRB ആളുകൾ എടുത്തു വയ്ക്കാറുള്ളത്. അപ്പോൾ ജനുവരി മുതൽ മാർച്ച് വരെ ALP നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും. അതിൻ്റെ പ്രൊസീജിയേഴ്സ് അതനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ടാണ് നോർമലി RRBയുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. 4 വർഷം കൂടുമ്പോൾ വിളിക്കുന്നതാണെങ്കിൽ കൂടെ വളരെ പെട്ടെന്ന് RRBയുടെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിയാറുണ്ട്. ഏപ്രിൽ ജൂൺ കാലഘട്ടങ്ങളിലായിട്ടാണ് ടെക്നീഷ്യൻ വിളിക്കുക. പക്ഷേ ഇത്തവണത്തെ ടെക്നീഷ്യൻ അടുത്ത എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ ഉണ്ടാവും എന്ന് നേരത്തെ RRB അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ, തൊട്ടടുത്ത എംപ്ലോയ്മെൻറ്റ് ന്യൂസ് എന്നാണ് പറഞ്ഞത്. അടുത്ത എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഇനി NTPC കാറ്റഗറി 2019 അവസാനമായിട്ട് NTPC കോൾ ഫോർ ചെയ്തിരുന്നത്. NTPCയുടെ എക്സാം പല കാരണങ്ങൾ കൊണ്ട് വളരെ ലേറ്റ് ആയിട്ടാണ് കഴിഞ്ഞ NTPC നടന്നത്. ഇപ്പോൾ വളരെ അടുത്ത കാലഘട്ടങ്ങളിലാണ് NTPCയുടെ ലിസ്റ്റ് വരുന്നതും അതുമായി ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റ്സുകളെല്ലാം നടക്കുന്നത്. ഇപ്പോഴും നിലവിൽ അതേ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് അപ്പോയിൻമെൻറ്റ്സ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ലെവൽ 4, ലെവൽ 5, ലെവൽ 6 കാറ്റഗറിയിലേക്കുള്ള അതേപോലെ തന്നെ ലെവൽ 2 and 3 NTPC എന്ന് പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ്. ഇതിനകത്താണ് നമ്മളുടെ ഗാർഡ്, ഗുഡ്സ് ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകളെല്ലാം വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. ഇത് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളത്, അതായത് ഏത് ഡിഗ്രിയുള്ള ആളുകൾക്കും, ഇത് രണ്ടും ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ ALPയും ടെക്നീഷ്യനും നമുക്ക് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗിലുള്ള ക്വാളിഫിക്കേഷൻ വേണം, ഒരു IT വേണം മിനിമം. പക്ഷേ ഡിഗ്രി കാറ്റഗറി ഏത് ഡിഗ്രിയുള്ള ആളുകൾക്കും റെയിൽവേയിലേക്ക് കയറാൻ പറ്റുന്ന അല്ലെങ്കിൽ റെയിൽവേയിലേക്കുള്ള ഒരു എൻട്രി പോസ്റ്റാണ് നമ്മളുടെ NTPC എക്സാം വഴി നടത്തുന്നത്. അതിൽ ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഗുഡ്സ് ഗാർഡ്, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെ.
അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കുള്ള എക്സാം ജൂലൈ സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഈ വർഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിന് കൃത്യമായ ഒരു ഐഡിയ ഇപ്പോഴും റെയിൽവേ തന്നിട്ടില്ല. ഇതൊരു ആനുവൽ കലണ്ടർ മാത്രമാണ്. കാരണം നിലവിൽ NTPC എക്സാം കഴിഞ്ഞ 2019 നടന്ന എക്സാമിൻ്റെ എക്സാം നടന്നത് ഏകദേശം 2022-23 കാലഘട്ടങ്ങളിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം NTPC ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല, എങ്കിലും നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ജൂനിയർ എഞ്ചിനീയർ എക്സാമും ജൂലൈ സെപ്റ്റംബർ കാലഘട്ടങ്ങളിലാണ് നോട്ടിഫൈ ചെയ്യുക. അതേപോലെ പാരാമെഡിക്കൽ കാറ്റഗറീസ് റെയിൽവേയിലെ വളരെ നല്ല ഒരു പോസ്റ്റാണ്. റെയിൽവേയിൽ സെപ്പറേറ്റ് റെയിൽവേക്ക് മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്, അതായത് സെപ്പറേറ്റ് റെയിൽവേ ഹോസ്പിറ്റലുകളുണ്ട്. ആ സെപ്പറേറ്റ് റെയിൽവേ ഹോസ്പിറ്റലുകളിലേക്കുള്ള നേഴ്സ്, ഫാർമസിസ്റ്റ് കാറ്റഗറീസിലേക്കുള്ള ഒരു അപ്ലിക്കേഷൻസ് വിളിക്കുന്നത് ജൂലൈ സെപ്റ്റംബർ കാലഘട്ടങ്ങളിലാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എക്സാം വിളിച്ചത് 2018 തോന്നുന്നു അവസാനമായിട്ട്. ഇനി ലെവൽ 1 അതേപോലെ തന്നെ മിനിസ്റ്റീരിയൽ ഐസൊലേറ്റഡ് കാറ്റഗറീസ്, ഇത് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന നമ്മളുടെ എക്സാമാണ് ലെവൽ 1. ആക്ച്വലി ഗ്രൂപ്പ് ഡി കാറ്റഗറിയിലേക്ക്, മിനിസ്റ്റീരിയൽ കാറ്റഗറിയിലേക്ക്, മറ്റ് കാറ്റഗറി ഐസൊലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കാറ്റഗറിയിലേക്കൊക്കെയുള്ള നോട്ടിഫിക്കേഷൻ ഒക്ടോബർ-ഡിസംബർ കാലഘട്ടങ്ങളിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആനുവൽ ആയിട്ട് ഒരു കലണ്ടർ ഇടുന്നതിനൊരു മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും റെയിൽവേ നോട്ടിഫിക്കേഷൻ ഇടും. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും റെയിൽവേയിലേക്ക് അപ്പോയിൻമെൻറ്റ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. SSCയും RRB, SSCയും UPSC ഒക്കെ പോലെ ആ ഒരു പാറ്റേണിൽ തന്നെ റെയിൽവേ ഇനി മുതൽ നോട്ടിഫിക്കേഷൻസ് പബ്ലിഷ് ചെയ്യുകയും റിക്രൂട്ട്മെൻറ്റ് എടുക്കുകയും ചെയ്യും. കാരണം ഇതിന് മുമ്പൊക്കെ റെയിൽവേയിൽ ഈ വളരെ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു റെയിൽവേയിൽ. ഇപ്പോൾ നിലവിൽ RRB വഴിയല്ലാതെ, RRB എക്സാം വഴിയല്ലാതെ നമുക്ക് റെയിൽവേയിൽ ഒരു കാരണവശാലും എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന രീതികളിൽ നിന്നും പറഞ്ഞു നിങ്ങൾക്ക് റെയിൽവേ ജോലി വാങ്ങിത്തരാം, അത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോഴും ആളുകൾ ഫേക്ക് രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് റെയിൽവേയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. പെർമനൻറ്റ് പോസ്റ്റുകളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ RRB വഴി മാത്രമേ നടക്കുള്ളൂ. RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മാത്രം ഫോളോ ചെയ്യുക അത്തരം കാര്യങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു കലണ്ടർ പ്രകാരം നമുക്ക് ഇനി അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അടുത്ത് തന്നെ നമുക്ക് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഈ ഒരാഴ്ച ഒരു 10 ദിവസത്തിനുള്ളിൽ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ JEE നോട്ടിഫിക്കേഷൻ ഏപ്രിൽ മാസത്തിൽ പബ്ലിഷ് ചെയ്യും. ഈ വർഷത്തത് ഏപ്രിൽ മാസത്തിൽ പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞൊരു നോട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നോട്ടീസ് വെബ്സൈറ്റിൽ ഇല്ല. ഒരുപക്ഷെ ഏപ്രിൽ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഈ കലണ്ടർ പ്രകാരം ജൂലൈ മാസത്തിലായിരിക്കാം അതിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.